നമ്മുടെ കൂടിച്ചേരലിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഐറ്റാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മോളു നമ്മുടെ കൂടിച്ചേരലിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഐറ്റാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മത്സരല്ലേ, നല്ല പെർഫോമൻസ് ആണ് എല്ലാവരും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മളാക്കിയ വയലിൽ മൊയ്തീൻ കോയ ഹാജിയുടെ പൊന്നമനപുത്രൻ ജലീൽ വയലിൽ അവർകൾ പ്രിയങ്കരനായ കാക്കോസ്താദിനെ ആദരിക്കുകയാണ്. എല്ലാവരും ഒന്ന് കൈയടിച്ച് നല്ല ഈ ഒരു പരിപാടി മംഗളമാക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നല്ലൊരു ക്ലാസ്. വെരി ഗുഡ്. താങ്ക് യു. താങ്ക്സ്. യെസ് വെരി ഗുഡ്. അടുത്തായിട്ട് പ്രിയങ്കരനായ എന്റെ പൊരയിൽ കാക്കാൻ വേണ്ടി അത് അസംഖ്യ പറഞ്ഞു. ഞാൻ വേണ്ടി ഫുഡ് നിങ്ങൾ ആരോ ഏറ്റെടുക്കെങ്കിലും പിന്നെ എനിക്ക് ആക്കത് മനസ്സിലായത് കള്ളന്മാരല്ല, ഇദ്രൂസും ഞാനാണ്. അപ്പേടിപ്പോഴും അവരുടെ അടിയാ ചൂരിലോട്ട്. ഏതായാലും ഞാൻ സ്കൂളിൽ വാർഷികം നടക്കുന്നതിന്റെ ഇടയിൽ ഓടി പോന്നതാണ്. എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. എനിക്ക് അടുത്തുണ്ടായിരുന്ന അനുഭവം എന്ന് പറയുന്നത് നമ്മുടെ ഡോക്യുമെന്ററി ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ ഡോക്യുമെന്ററി പലരുടെയും ബൈക്ക് മഹിമയഴും സുൽത്താനും മലമഴവില്ലായുണ്ട് മറുകനി മോള് അവരുടെ ഭാഗമായിക്കൊണ്ട് നിങ്ങളെല്ലാവരും കാണാനും നമ്മുടെ നിലനിന്നുകൊണ്ടിരിക്കുന്ന ആ സാഹചര്യം ഒന്നുകൂടി വീട്ടുറപ്പിക്കാനും ഇതുപോലെല്ലാം കഴിഞ്ഞാൽ ഒരു സന്തോഷമുണ്ട്. റഹ്മാനാഥൻ ഈ കൂട്ടുചേരൽ നൽകാനെ സ്വീകരിച്ച് അർഹമായ പ്രതിഫലം എല്ലാവർക്കും നൽകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ കൂട്ടായ്മ എന്ത് തരത്തിലുള്ള പ്രയാസങ്ങളും നമുക്കുണ്ടെങ്കിലും
ചിലപ്പോൾ വ്യക്തിഗത എന്തെങ്കിലും വാക്കുകൊണ്ടോ പല പ്രയാസവും ഉണ്ടായിട്ടുണ്ടാവും. എന്നിരുന്നാലും ഈ കൂട്ടായ്മ കോട്ടം തട്ടാതെ എല്ലാവരും ജീവിതാവസരം വരെ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് നമുക്കെല്ലാവർക്കും കൂടി ഇരിക്കുവാനും എല്ലാം അവസരം. ഇങ്ങനെ നമ്മളെ വിവിധ നാട്ടിൽ നിന്ന് വന്ന ആളുകളാണ്. ഇങ്ങാര എന്ന ആ ഒരു സംരംഭം നമ്മളെല്ലാം ഇന്നും ഇവിടെ ഉൾക്കൂടി ഇരിക്കുക എന്നുള്ളത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. എന്നാലും അൽഹംദുലില്ലാ രാജൻ കബൂലാക്കട്ടെ. ആമീൻ റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. 1986-85 വാട്സപ്പ് കൂട്ടായ്മ അൽഹംദുലില്ലാ 3-ാം തവണയാണ് നമ്മളിപ്പോൾ സംഗമിക്കുന്നത്. ആദ്യമായി നമ്മുടെ ഗ്രൂപ്പിൽ വളരെ സജീവമായി നമുക്ക് പ്രാർത്ഥനയും ഉപദേശങ്ങളൊക്കെ നൽകിയിരുന്ന മർഹൂം നമ്മുടെ മാസ്റ്റർ നമ്മോട് വിട്ടുപോയി. അദ്ദേഹത്തിന് അള്ളാഹു എല്ലാവിധ നന്മയും നൽകട്ടെ. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബർ വിശാലമാകട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. ഈ കൂട്ടായ്മ എന്നും നിലനിൽക്കും. കീർത്തി പരത്താൻ കാരണമായ മുക്കം മുസ്ലിം യത്തീം ഖാനാദിൻ പിന്നണിയിൽ കണ്ണിമ വെട്ടാതങ്ങനെ കാത്തുകിടന്ന വയലിൽ തറവാടും മുക്കത്തിൻ്റെ മേന്മ, വയലിൽ തറവാടും മുക്കത്തിൻ്റെ മേന്മ. മുക്കത്തിൻ ഇത്രയോളം കീർത്തി പരത്താൻ കാരണമായ മുക്കം മുസ്ലിം യത്തീം ഖാനാദിൻ പിന്നണിയിൽ കണ്ണിമ വെട്ട. പ്രിയമുള്ളവരെ, പ്രിയമുള്ളവരെ, അങ്ങനെ നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മ 3-ാമത്തെ കൂടിച്ചേരൽ ഇവിടെ തിരശ്ശീല വീഴാൻ പോവുക. ഈ സമയത്ത് നമ്മൾ ധാരാളം ആളുകൾക്ക് നന്ദി പ്രകാശിപ്പിക്കേണ്ടത്. നമ്മുടെ കൂട്ടായ്മക്ക് ഊർജം പകർന്നുകൊണ്ട് ഏതെല്ലാം തരത്തില് പ്രോത്സാഹനങ്ങൾ നൽകുന്നുണ്ടോ അവരൊക്കെ നമ്മൾ ഓർക്കേണ്ടത്. അടുത്തൊരു കൂട്ടായ്മ നമ്മൾ ചേരുന്നതിനെ കുറിച്ച് ചർച്ച വന്നപ്പോ പ്രിയങ്കരനായ എഴുന്നക്കൽ മുഹമ്മദ് മാഷ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കുടുംബസമേതം ഒരാളെ മാത്രം നമുക്ക് പറയാൻ കഴിയുന്നില്ല. ഒരു വീടാണല്ലോ, വീടിന് ഒരു ടീം വർക്കാണ്, കൂട്ടുത്തരവാദിത്തമാണ്. അപ്പൊ തന്റെ ഭാര്യയെയും തന്റെ കുട്ടികളെയും പൂർണ്ണ വിശ്വാസത്തിൽ എടുത്തുകൊണ്ടാണ് പ്രിയങ്കരനായ എഴുന്നക്കൽ മുഹമ്മദ് മാഷ് ഈ പരിപാടി ഏറ്റെടുക്കുന്നത്. അതിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് തന്റെ പ്രിയ പത്നിയും മക്കളും എല്ലാം പെങ്ങന്മാര് വരെ വളരെ ദൂരെ നിന്ന് വന്ന് ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ ഇപ്പോൾ ഇവിടെ വന്നു എങ്കിൽ അവര് ഇപ്പോഴും നല്ലല്ലോ ഓർക്ക് തുടങ്ങിയത്. ഇന്നലെ അല്ലെങ്കിൽ മിഞ്ഞാന്നൊക്കെ ഇവര് അവരുടെ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ടാവും. അതൊരു വലിയ നല്ല മനസ്സിന്റെ തുറന്ന സ്നേഹത്തിന്റെ ലക്ഷണമാണ് കാണിക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യം നന്ദി പ്രകാശിപ്പിക്കുന്നത് പ്രിയങ്കരനായ എള്ളുങ്ങൽ മുഹമ്മദ് മാഷെ ഭാര്യക്കും കുട്ടികൾക്കുമാണ്. അവരുടെ ആ ഒരു സന്മനസ്സാണ് ഇത്ര നല്ല നിലയിൽ നമുക്കിവിടെ കൂടിച്ചേർന്ന് നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം കഴിച്ച് നമ്മുടെ ധാരാളം ഓർമ്മകൾ പുതുക്കി നമുക്ക് ഇവിടുന്ന് ഇറങ്ങാൻ കഴിഞ്ഞത് അവർക്ക് അഗൈതവമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. തുടർന്ന് പ്രിയങ്കരനായ എള്ളുങ്ങൽ മുഹമ്മദ് മാഷ് അദ്ദേഹം നമ്മുടെ ഒരു അംഗവും കൂടിയാണ്. അപ്പൊ അംഗവും കൂടി ആകുമ്പോൾ നമ്മളുടേതായ ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട്. ആ ഉത്തരവാദിത്വം വളരെ ആത്മാർത്ഥതയോടെ ഏറ്റെടുത്തുകൊണ്ട് ഈ പരിപാടി അവസാനിക്കുന്നത് വരെ ജാഗരൂകനായി അതിന്റെ പിന്നിൽ നിന്നുകൊണ്ട് മറ്റുള്ള ആളുകളൊക്കെ നേരിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനെ സമ്പുഷ്ടമാക്കുന്നതിനും ഇതിലെ ആളുകൾ കൂടുന്നതിനും ഞാൻ മനസ്സിലാക്കുന്നത് 100 കൂടുമെന്നുള്ള സംശയം പ്രകടിപ്പിച്ചപ്പോൾ 100-നേക്കാൾ എത്രയോ കൂടുതൽ ആളുകൾ വന്നു എന്നുള്ളതാണ്. അങ്ങനെ സദാ ജാഗരൂകനായി ഇതിന്റെ പ്രവർത്തിച്ച ഈ പരിപാടി വളരെ ഭംഗിയിൽ പരിസമാപ്തി കുറിക്കുന്നതിന് വേണ്ടി ബാക്ക് ബോൺ ആയി പ്രവർത്തിച്ചിട്ടുള്ള എള്ളുങ്ങൽ മുഹമ്മദ് മാഷക്ക് നമ്മുടെ കൂട്ടായ്മയുടെ പേരിൽ ഞാൻ അഗൈതവുമായ നന്ദി പ്രകാശിപ്പിക്കുന്നു. നമ്മുടെ പ്രിയങ്കരനായ അബ്ദുൽ ബാരി അവർ ഇത് എന്ന് നമ്മളെ അനൗൺസ് ചെയ്തോ അന്ന് മുതൽ പ്രിയങ്കരനായ എള്ളുങ്ങൽ മുഹമ്മദ് മാഷക്ക് ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ താങ്ങും തണലുമായി നിന്നുകൊണ്ട് എല്ലാവരെയും ഇവിടെ വരുന്നതിനും സ്വീകരിക്കുന്നതിനും ഈ പരിപാടി ഭംഗിയാക്കുന്നതിനും നെടുന്തൂണായി പ്രവർത്തിച്ച ഒരു വ്യക്തിത്വമാണ് അബ്ദുൽ ബാരി അവർ. അദ്ദേഹത്തിന് ഈ പരിപാടിയുടെ പേരിൽ ഞാൻ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ പ്രിയങ്കരനായ കാക്കുസ്താദ്, അതുപോലെ തന്നെ KT അബ്ദുൽ കോയ ഹാജി, ഡോക്ടർ കുഞ്ഞു മുഹമ്മദ്, അതുപോലെ ഒട്ടനവധി എസ് കോയ സാഹിബ്, സലാം മാഷ, അങ്ങനെ വളരെ ദൂരത്തുനിന്ന് വന്ന ഇപ്പൊ ഞാൻ ആ എംഗദീജാത്ത വന്നതൊക്കെ വേങ്ങരുന്ന വളരെ ദൂരെയാണ് ഇവിടെ വെച്ച് പരിശോധിക്കുമ്പോൾ ആ സ്ഥലത്ത് അത്ര ദൂരെ നിന്ന് വന്ന് ഇവിടെ ഈ പരിപാടി സമ്പുഷ്ടമാക്കുന്നതിന് വേണ്ടി ചേർത്തില്ല. നമ്മുടെ PT ഇബ്രാഹിം അവരൊക്കെ വളാഞ്ചേരി നിന്ന് വരണം, വളരെ ദൂരമുള്ള സ്ഥലമാണ്. അതൊക്കെ ഇവിടെ കൂടിച്ചേരാനുള്ള ആഗ്രഹത്തിന്റെ ഭാഗമായിട്ട് എത്തിച്ചേരുന്നത്.
അങ്ങനെ വളരെ വിദൂരങ്ങളിൽ നിന്ന് ഇപ്പോൾ ആയുഷ പാതാരങ്ങളിൽ കരുവാരമുണ്ട് കാര്യം അങ്ങനെ അറ്റത്ത് കാക്കസ്ഥാൻ അറിയാലോ നാട് എന്ന് പറഞ്ഞു. അങ്ങനെ അത്ര ദൂരം എടപ്പാളിൽ നിന്ന് ഉമ്മറുണ്ട്. എടപ്പാളൊക്കെ പറഞ്ഞാൽ തൃശ്ശൂർ ജില്ലന്റെ ബോർഡറായി കിടക്കുകയാണ്. അപ്പൊ അത്രയും ദൂരം എത്തിച്ചേർന്ന ആളുകളുണ്ട്. പിന്നെ മറ്റു വിവിധ സ്ഥലങ്ങളിൽ നിന്ന് എത്തിപ്പെട്ട ആളുകളുണ്ട്. നമ്മുടെ പ്രിയങ്കരനായ തങ്ങളൊരു പാട്ടൊക്കെ പാടുന്ന എനിക്കൊരു പ്രതീക്ഷ ഒന്നും ഉണ്ടായിരുന്നു. എന്തൊരു സൗണ്ട് പ്രശ്നമൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. ഏതായാലും അങ്ങനെ ഈ പരിപാടി സമ്പുഷ്ടമാക്കുന്നതിന് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ എൻ്റെ ജ്യേഷ്ഠാനീയ സഹോദരന്മാർക്കും ഞാൻ അഗൈതമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. പ്രിയങ്കരനായ സിദ്ദീഖ്, അതുപോലെ തന്നെ നാണി കീഴ്ശ്ശേരി, അവരൊക്കെ നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മയിൽ അല്ലെങ്കിലും നമുക്ക് വലിയ പ്രചോദനം നൽകിക്കൊണ്ട് നമ്മുടെ കൂടെ ചേരുന്ന ആളുകളാണ്. അവർക്ക് ഞാൻ പ്രത്യേകം നന്ദി പ്രകാശിപ്പിക്കുകയാണ്. എൽഡമൽ മുഹമ്മദ് മാഷ് ബാച്ചുകാരെല്ലാം തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ ആ ഒരു ബാച്ചിന്റെ സ്പിരിറ്റായി എടുത്ത് ഇവിടെ എത്തിച്ചേരുകയും ഈ പരിപാടി മംഗളമാക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള അവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. അതേപോലെ ഈ പരിപാടിയിലേക്ക് അറ്റൻഡൻസ് കൂട്ടുന്നതിന് വേണ്ടി ഒട്ടനവധി ജ്യേഷ്ഠാനീയ സഹോദരന്മാർ വാട്സപ്പ് കൂട്ടായ്മയിലൂടെയും നേരിട്ടും ഒക്കെ ഇടപെട്ടിട്ടുണ്ട്. അവർക്കെല്ലാം ഈ കൂട്ടായ്മയുടെ വിജയത്തിന്റെ പേരിൽ ഞാൻ അഗൈതവുമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. നല്ല സ്വാദിഷ്ടമായ ഭക്ഷണമൊക്കെ നമുക്ക് സജ്ജമാക്കി തന്നു. അതിന്റെ സാമ്പത്തിക ചെലവൊക്കെ ഉള്ളതിൽ മുഹമ്മദ് മാഷക്കാണെങ്കിലും അതിനുവേണ്ടി പ്രവർത്തിച്ച ഒട്ടനവധി ആളുകൾ ഉണ്ടായിരിക്കും. അവർക്കെല്ലാം ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഏതായാലും നമ്മളെ ഗ്രൂപ്പ് പെടാണ്ട് വന്ന നേതാക്കൾ അതുപോലെ പ്രിയങ്കരനായ നമ്മളുടെ ഓമാനൂർ അബ്ദുൽ സാഹിബ് തുടക്കം മുതൽ ഇതുവരെ ഒരു പാട്ടൊക്കെ പാടുന്ന ആളാണ്. പക്ഷെ ഇവിടെ എന്തുകൊണ്ട് പാടിയില്ല, ഇനിയും പാടാൻ സമയമുണ്ടല്ലോ. അങ്ങനെ അദ്ദേഹം വളരെ നേരത്തെ തന്നെ നമ്മളോടൊപ്പം കൂടെ ഉണ്ട്, ഇപ്പോഴും നമ്മുടെ കൂടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഓമാനൂർ അബ്ദുൽ സാഹിബിന്റെ ഈ പരിപാടിയുടെ പേരിൽ ഞാൻ അഗൈതമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. അങ്ങനെ ഇതുമായി സഹകരിച്ച A to Z എല്ലാവർക്കും ഈ പരിപാടിയുടെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇനിയിപ്പോൾ ആരെങ്കിലും ഞാൻ വിട്ടുപോയോന്ന് എനിക്കറിയില്ല. വിട്ടുപോയിട്ടില്ലെങ്കിൽ അത് ഉണ്ടെങ്കിൽ അത് മനപൂർവ്വമല്ല എന്ന് കരുതിയിട്ട് എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് എല്ലാവർക്കും ഒറ്റ വാക്കിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തി. നമ്മളൊരു എല്ലാവരും കൂടെ നിന്നിട്ടുള്ള ഒരു ഫോട്ടോ സെഷനാണ്. ആ ഫോട്ടോ സെഷനോട് കൂടെ നമ്മൾ ഇവിടുന്ന് പിരിയും. അതിന്റെ എല്ലാവരും പ്രിയങ്കരനായ കാൽ സാഹിബ് അതിനെ പറ്റിയൊരു പാശ്ചാത്യം നോക്കുന്നുണ്ട്. അവിടേക്ക് എത്തിച്ചേരുമെന്ന് അറിയിച്ചുകൊണ്ട് പരിപാടി അവസാനിച്ചതായിട്ട് പ്രഖ്യാപിക്കുകയാണ്. താങ്ക് യു. ഓമാനൂരിനെ കിട്ടിയില്ലെങ്കിൽ പ്രശ്നമല്ല. ഓമാനൂർ കണ്ണാണാത്തോണ്ട് ഏതായാലും കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ. ഓമാനൂരിന് കണ്ണാണാത്തോണ്ട് എല്ലാവരും പെടൂല. അതിനല്ലേ വാലാക്കിന്റെ കണ്ണൊക്കെ വെച്ച് നടക്കണം. ചില ആൾക്കാർ ചെറിയ ഓണാക്കി വെച്ചിട്ട് അങ്ങനെ തന്നെ ആകുമോ? ഒഴിവാക്കല്ലേ ഓല ഉണ്ടെങ്കിൽ നമ്മളെ ഫോട്ടോ തന്നെ അമ്മ ഒറ്റ മിനിറ്റ്